ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പുതിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കിത് വളരെ രുചിയോടുകൂടിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ മൈദമാവ് വെച്ചിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 200 ml കപ്പിൽ 2 കപ്പ് മൈദ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. ഈ 2 മുട്ട നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മൈദ അളന്നെടുത്ത അതേ കപ്പിൽ 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ ആ മൈദമാവൊക്കെ അടിയിൽ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാലും അത് അടിയിൽ അങ്ങനെ തന്നെ കിടക്കും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഇനി ഒരു 1/4 കപ്പ് വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഈ ബാറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതങ്ങനെ നിരത്തി കൊടുക്കാനൊന്നും പറ്റില്ല, കാരണം നല്ല ലൂസുള്ള മാവാണ്. ഇതുപോലെ അങ്ങ് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് പാൻ വെച്ച് ഇതുപോലെ ഒന്ന് വേണമെങ്കിൽ ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. മുകൾ ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കാം. ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരു 3-4 തവണ ഇതുപോലെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ എണ്ണ തൂക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാം, ഇത് കുറച്ചൊക്കെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കുറച്ചൊന്ന് പൊങ്ങി വരികയും ചെയ്യും. നന്നായിട്ടങ്ങ് ബോള് പോലെ പൊങ്ങി വരുമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്ന് കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മൈദ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നും ചപ്പാത്തിയും ദോശയൊക്കെ തിന്നു മടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണിത്. സാധാരണ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന ഏത് കറി കൂട്ടിയും ഇത് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.